രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനോട് നേടിയ വിജയം അതിൻ്റെ 80-ാം വാർഷികം ചൈന ആഘോഷിക്കുകയാണ്. ഇന്നൊരു വലിയ, അതായത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു സൈനിക പരേഡാണ് അവിടെ അരങ്ങേറാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ചെറുപ്പക്കാരും കുട്ടികളും വരെ അത് ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിൽ അതിനെ വൈറലാക്കിയിരിക്കുകയാണ്. എന്താണ് ചൈന ഈ ഒരു സൈനിക പരേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ ലോക എന്നുള്ള പദം കേരളത്തിൽ ഭയങ്കര ഫേമസ് ആണ്. ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കല്യാണി പ്രിയദർശൻ്റെ. ഭയങ്കര അഭിപ്രായമാണ്, തിയേറ്ററിലെ ആളുകൾ പോയി കാണുന്നുണ്ട്. എന്താ സൂപ്പർ നാച്ചുറൽ, എന്താ പടമാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തത്, രണ്ടാം ലോക മഹായുദ്ധത്തിലെ ചൈനയുടെ വിജയം ഫ്ലൂക്കിന് ജയിച്ചു അതില്ല. കാരണം എന്താ വെച്ചാൽ ചൈനയുടെ കയ്യിൽ ചുക്കുണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ അല്ലാതെ തന്നെ പല സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് ആയിട്ട് ഇങ്ങനെ വിഭജിക്കപ്പെട്ടിടങ്ങുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ ഇവിടുത്തെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിയാങ് കൈഷക്കിൻ്റെ കുമിന്താൻ പാർട്ടിയും മറ്റേ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റുകളും തമ്മിൽ ഒടുക്കത്തെ ഫൈറ്റായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ ജപ്പാൻ ഇവിടെ ഏഷ്യൻ റീജിയണിൽ, ഏഷ്യ പസഫിക് റീജിയണിൽ വലിയ ശക്തിയായതോട് കൂടിയിട്ട് ജപ്പാനെ തടയാൻ വേണ്ടി ഇവരോടുള്ള ദേഷ്യമൊക്കെ മാറ്റി വെച്ചിട്ട് റഷ്യക്ക് ഇവരെ ഉള്ളുകൊണ്ട് കണ്ടുകൂടായിരുന്നു. അവസാനം റഷ്യക്കിട്ട് പണിഞ്ഞിട്ടുണ്ട് വരും. റഷ്യയെ സഹായിച്ച അമേരിക്കയാണ്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് ഇവരെല്ലാം കൂടി സഹായിച്ചു. അങ്ങനെ കുറച്ച് ആളുകളെ കൊടുത്ത് ചൈനക്കാർ യുദ്ധത്തിൽ സഹായിച്ചു എന്നുള്ള സത്യമാണ്. അതായത് യുദ്ധത്തിൽ സ്ട്രാറ്റജിയും മറ്റും തീരുമാനിക്കുന്ന ചൈനക്കാർക്ക് ഒരു പങ്കുമില്ല. ചൈനയിലെ രാജാവ് അന്ന് ജപ്പാനൊപ്പായിരുന്നു. ദ ലാസ്റ്റ് എംപറർ എന്ന് പറഞ്ഞ ലോക ക്ലാസിക് പടമുണ്ട്, ഗംഭീരമാണ്. അയാളെ പറ്റിയുള്ള കഥയാണ്. പിന്നെ ജനങ്ങളാണ് ഈ പറയുന്ന പോലെ ജപ്പാനെതിരെ ഫൈറ്റ് ചെയ്യുകയും ആ വിജയത്തിലേക്ക് എത്തിച്ചത്. ആ ജനങ്ങളുടെ ഗവൺമെൻറ്റാണ് ഇപ്പോഴുള്ള ഗവൺമെൻറ് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് ചിയാങ് കൈഷക്കിൻ്റെ അവിടുത്തെ കോൺഗ്രസ് ആയിരുന്നു ചിയാങ് കൈഷക്. ചിയാങ് കൈഷക്കിനെ ആളുകളെല്ലാം അവിടുന്ന് ഓടിച്ചു വിട്ട് കൊന്നൊടുക്കിയാണ് ഇവിടുത്തെ സംവിധാനം ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമുക്ക് വേണം പിന്നെ വലിയ വിജയം ആഘോഷിക്കാനും. നമ്മൾ ബ്രിട്ടീഷ് എംപയറിൻ്റെ ഭാഗമായിരുന്നു. ചൈന പല എംപയറിൻ്റെ ഭാഗമായിരുന്നു, നമ്മൾ ഒരു എംപയറിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ബ്രിട്ടീഷ് എംപയറാണെന്ന് ജയിച്ചത്. പക്ഷേ അതിന് നമ്മുടെ ജനപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് അന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഇവർ അനുകൂലിച്ചുകൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണമെങ്കിൽ ആവശ്യിക്കാവുന്നതാണ് കേരളത്തിൽ. അതായത് ക്വിറ്റ് ഇന്ത്യ സ്ഥാനത്ത് പങ്കെടുക്കാതെ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അവർക്ക് വേണമെങ്കിൽ കേരളത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വിജയം ആഘോഷിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ചൈനയിൽ ഇത് വലിയ വൈറലായിരിക്കുകയാണ്. കാരണം ഈ താഴെത്തട്ടിൽ നമ്മൾ കൊച്ചു കുട്ടികളെ എടുത്താൽ അവർ ചൈനീസ് പതാക, ഈ ചൈനീസ് യുദ്ധോപകരണങ്ങൾ, ടാങ്കുകൾ, യുദ്ധവിമാനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഇത് ശരീരത്തിൽ പതിപ്പിക്കുക, ടാറ്റു പോലെ പതിപ്പിക്കുക. അതുപോലെ തലമുടി ആ രീതിയിൽ വെട്ടുക. കൊച്ചുകുട്ടികളുടെയൊക്കെ തലമുടി കണ്ട ഈ പറഞ്ഞതുപോലെ ചൈനീസ് ഫ്ലാഗ് അല്ലെങ്കിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ അടയാളം, ഇതൊക്കെ വെച്ചിട്ട് അവർ കൊച്ചുകുട്ടികൾ പോലും അത് ഏറ്റെടുത്ത് വലിയ രീതിയിൽ വൈറലാക്കിയിരിക്കുക. അവർ മോഡിയെ കണ്ടുപിടിച്ച്. മോഡിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഒരു കൊച്ചിൻ്റെ കയ്യത്ത് കുരിശിട്ട് കൊടുക്കും, വേറെ കൊച്ചിൻ്റെ ചന്തക്കല, വേറെ കൊച്ചിനെ കൊണ്ട് കാവി ഇടിക്കും, എന്നിട്ട് ദേശീയോത്ഗ്രഥനം കാണിക്കുകയായിരുന്നു. മോഡി അത് കുറച്ച് വെറൈറ്റി, ഈ ക്ലീഷയൊക്കെ മാറ്റിയിട്ട് മോഡി കുറച്ച് വെറൈറ്റി ആക്കിയിട്ടുണ്ട് പല കാര്യങ്ങളും. തന്നെ റിപ്പബ്ലിക്കിലേക്കൊക്കെ ഇന്ത്യയിലെ വിവിധ ഗോത്രവർഗ്ഗക്കാർ, വിവിധ ജാതിയിൽപ്പെട്ടവർ, ഇവരെയൊക്കെ മതപരമായിട്ടുള്ള വ്യത്യാസം മാറ്റി നിർത്തി ആ രീതിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ചിലർ പറയാം മോഡി മുസ്ലിങ്ങളെ ക്രിസ്ത്യാനി അംഗീകരിക്കാത്തതുകൊണ്ടാണ്. മറ്റേതിനെക്കാട്ടും നല്ല ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ കൊച്ചു കുട്ടികളെ കൊണ്ട് ഈ പറയുന്ന 3 മതങ്ങളെ ചിഹ്നവും കെട്ടി പിള്ളേർക്ക് ജാതി മതം വലിയ ചിന്തയുണ്ട്. പിന്നെ മൂപ്പരാണ് ഈ പറഞ്ഞ പരിപാടി തന്നെ മൻ കി ബാത്ത്, ഇതൊക്കെ പോയി ജനങ്ങളുമായിട്ട് നേരിട്ട്, പ്രത്യേകിച്ച് പിള്ളേരാണ് മൂപ്പരുടെ ആദ്യമായിട്ട് ചെയ്യുന്നത്. മൻ കി ബാത്തിൻ്റെ വായി ക്വിസ് കോമ്പറ്റീഷൻ നടത്തുക, പിള്ളേരെ ഡൽഹി കൊണ്ടുപോകുക, മൂപ്പര് ഭക്ഷണം കഴിപ്പിക്കുക, മൂപ്പര് നേരിട്ടുള്ള എൻഗേജ്മെൻറ്റ്സ്. അങ്ങനെ കുട്ടികളെ പിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കുട്ടിക്ക് ഈ സാധനത്തെ പറ്റുന്ന ഒരു ധാരണ ഉണ്ടാവില്ല. വലിയ രീതിയിൽ ഒരു ദേശീയത വളർത്താൻ, ദേശീയ ബോധം വളർത്താൻ കാരണം ഇപ്പോഴുള്ള പിള്ളേർക്ക് ആവത്തില്ല. ചൈനക്കാർ നടത്തിയിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെതിരെ ജാപ്പനീസ് ഇമ്പീരിയലിസത്തിനുള്ള അവരുടെ പോരാട്ടം തോറ്റു പോവുകയായിരുന്നു. മറ്റേ ബ്രിട്ടീഷരെ സഹായിച്ചാൽ, ബ്രിട്ടീഷർ അമേരിക്കരെ സഹായിച്ചാൽ. പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള ആളുകൾ, കുമിന്താങ്കാരും കമ്മ്യൂണിസ്റ്റുകാരും അവിടെയുള്ള രാജാവിനെതിരെ നടത്തിയ പോരാട്ടം, അവിടെയുള്ള വിവിധ കോളനി മേലാധികാരികൾക്കെതിരെ നടത്തിയ പോരാട്ടങ്ങൾ, അത് ബ്രൂസ്ലീൻ്റെ സിനിമയിലൊക്കെയാണ്. എൻ്റർ ദ ഡ്രാഗണിലോ മറ്റോ അതൊക്കെ തന്നെയാണ് കഥ. അപ്പം
ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ വന്നു. ഇപ്പോഴത്തെ പിള്ളേർ നോക്കുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ ഉരുക്കും മുഷ്ടിയിൽ ഭരിക്കുക. നമ്മളെക്കാട്ടും രാജ്യം വികസിച്ചിട്ടൊക്കെ ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ലോകത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസായിട്ട് മാറിയിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഉരുക്കും മുഷ്ടിയിൽ ഇവരെ സ്പ്രിൻസ്ലിംഗ് എന്നേരം പറഞ്ഞുകൊണ്ടുള്ള ഈ പണ്ടത്തെ നേതാക്കന്മാരുടെ മക്കളുണ്ട്. അവിടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഷീയൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടാണ്. ഷീ ജിൻപിങ് ചെങ്ങൈയൊക്കെ ആ കൂട്ട ഈ ഗ്രൂപ്പിൽപ്പെട്ടാണ്. അപ്പം അവരെ സംബന്ധിച്ചൊക്കെ പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാൽ മതി എന്ന സിദ്ധാന്തക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കുറേ പിന്നെ സ്വർഗജാതരായിട്ടുള്ള ഭരണാധികാരികളും കുറേ പാവപ്പെട്ടു എന്ന് പറയും. അപ്പോൾ അത് സ്വാഭാവിക പതുക്കെ വിഘടനവാദത്തിനൊക്കെ കാരണം. വേറെ ഒരു സാധനം അവർ സൈലൻ്റായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഭയങ്കരമായിട്ട് ക്രിസ്ത്യൻ വൽക്കരണം നടക്കുന്നുണ്ട്. അത് പുറത്ത് വരാത്തതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ നിലവിലുള്ള കൾച്ചറിനെയൊക്കെ മോഡേണൈസ് ചെയ്തു, യൂറോപ്യനൈസ് ചെയ്തു. അതിൻ്റെ മറ്റവർക്ക് കാണാൻ വളരെ എളുപ്പമാണല്ലോ. പക്ഷേ അത് തലപുറത്ത് കാണിച്ചാൽ വെട്ടിക്കളയുന്നുള്ളതുകൊണ്ട് അത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിശക്തമായിട്ട് ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഒന്നും വിഭാഗമുണ്ട്. പേര് ഈ പറയുന്നതിൻ്റെ മാതിരി സന്ദീപോ അങ്ങനെയൊക്കെ ചൈനീസ് പേരായിരിക്കും. ഉള്ളിൽ പള്ളിയിലൊന്നും പോകുന്നില്ല. പക്ഷെ വൺസ് ക്രിസ്ത്യാനിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത എൻ ബ്ലോക്കായിട്ട് ഈ നമ്മളെ മുള പോക്കുന്ന പോലെ ക്രിസ്ത്യാനിയും ആവും. അങ്ങനെ പരിപാടി ഉണ്ട് അവർ. ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട്. അപ്പം അവിടെ കുറച്ച് കൂടുതലാണ്, വ്യാപകമാണ്. ഞാൻ 10 വർഷം മുമ്പ് ഞാൻ കണക്കെടുത്തപ്പോൾ 3 കോടി ക്രിസ്ത്യൻസ് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഓർമ്മകൾ പുതുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് പുതിയ പിള്ളേരില്ലല്ലോ അവിടെ. ഈ അതിശക്തമായ ജനകീയാസൂത്രണമല്ല, ജനന നിയന്ത്രണം. ഇത് കുടുംബാസൂത്രണം കൊണ്ടുവന്നതോട് കൂടിയിട്ടല്ല, ഒരു കുട്ടികളേ ഉള്ളൂ. ഒരു കുട്ടികളെ നമുക്ക് 4 പേർക്ക് താലോലിക്കാൻ ഒരു പേരക്കുട്ടിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കുട്ടികളുടെ എണ്ണം കൊന്നു. അത് അവരുടെ നേരിടുന്ന വലിയ പ്രശ്നം. ഡൊസൈലായിട്ടുള്ള പോപ്പുലേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇന്ത്യൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും വൈബ്രൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ. നമ്മൾ കുടുംബാസൂത്രണം നടപ്പിലാക്കിയപ്പോൾ 2 പിള്ളേർ വെച്ചു, അവിടെ ഒരു പിള്ളേരെ വെച്ചത്. പിന്നെ ഇന്ത്യൻ്റെ സ്വഭാവം വെച്ചിട്ട് നമ്മൾ ഗവൺമെൻറ് ഇല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് പലരും ഇതനുസരിച്ചില്ല. ഇപ്പോൾ ബീഹാറിലെ 9 മക്കളൊക്കെ ഉള്ള ആളുകൾ. അവിടെ ഇന്ത്യ വളരെ യങ് ആയിട്ടുള്ള കൺട്രി നിന്നു എന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അത് തീരുമ്പോഴേക്കാണ് ഇപ്പം മോഹൻ ഭഗവത് വന്നിരിക്കുന്നത്. 3 പിള്ളേരെങ്കിലും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ത്യക്ക് അത് ആ രീതിയിൽ പോകാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഷാർപ്പായിട്ട് സ്ട്രീം ലൈൻ ചെയ്ത് കൊണ്ടുവന്ന് വലിയ പോപ്പുലേഷൻ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ പിള്ളേരെ ലാളിച്ച് വഷളാക്കപ്പെടുന്ന പിള്ളേരാണ്. നോക്കൂ, 4 പേർക്കല്ല 8 പേർക്ക് അല്ലേ, 8 പേർക്ക് ഒരു കൊച്ചു, അച്ഛനും അമ്മയും പിന്നെ അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും. അപ്പോൾ 8 പേർക്ക് ഒരു കൊച്ചു, 6 പേർക്ക് ഒരു കൊച്ചുമോൻ, 4 പേർക്ക് 2 പേർക്ക് ഒരു കുട്ടി. ആ രീതിയിൽ അത് അപ്പോൾ എത്ര പാത്രം താലോലിച്ച് വളർത്തുന്നതായിരിക്കും കുട്ടികൾ. മാത്രമല്ല ചൈനയിലെ നഗരപ്രദേശങ്ങളൊക്കെ ഭേദപ്പെട്ട ജീവിത അന്തരീക്ഷമുണ്ട്. ഗ്രാമാന്തരീക്ഷമൊക്കെ മോശമാണെങ്കിൽ പോലും ഉണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഗിമ്മിക്കൊക്കെ കാണിക്കുമ്പോൾ ഈ പിള്ളേരൊക്കെ ഈ നാഷണൽ ലൈനിൽ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ള സൈക്കോളജിക്കലായിട്ടുള്ള തിരിച്ചറിവിൻ്റെ പുറത്തായിരിക്കും. പിന്നെ അവര് ആഘോഷിക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവര് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് യുദ്ധത്തിൽ ഒരുപാട്. പക്ഷേ ചൈന ഒരു വലിയ ലോകശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2035 അമേരിക്കയെ കടക്കും. അത് 47 ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് അധികാരത്തിൽ വന്നെങ്കിൽ ഇവിടെ നടക്കുകയും. പക്ഷേ ഞാനും പ്രശാന്തും ഉണ്ടാവില്ലേ, കാരണം എൻ്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. ഇപ്പം കുമിന്താങ്ങാരെ ചെയ്ത പോലെ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിൽ കൊന്നു. ഞാനും ജനിക്കുമില്ലേ, പ്രശാന്ത് ഉണ്ടാകാൻ സാധ്യതയല്ലേ ലക്ഷണം വെച്ച് നോക്കിയിട്ട്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ വന്നെങ്കിൽ ഇതും പുരോഗമിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ ഇതല്ലേ എതിരാളികളെ മൊത്തം കൊന്നെടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്നതിനെ മാതിരി ഈ ജയിലുകളിലേക്ക് അയക്കുക, എന്നിട്ട് ഇവരെ ആളുകളെ മാത്രം വെച്ച് ഭരണം ഉണ്ടാക്കുക. രാജാവിനെയും പ്രഭുവിനെയൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെയാ തോട്ടക്കാനാ, അവിടെയുള്ള രാജാവുണ്ടല്ലോ പി എന്നിട്ട് അയാളെ പേര്, അയാൾ അവസാനം തോട്ടക്കാനായിട്ടാണ് മരിച്ചത്. അങ്ങനെ സൊസൈറ്റി മാറ്റി മറിക്കുക. എന്നിട്ട് അവരുടെ കാലഘട്ടത്തിൽ ദാരിദ്ര്യം കഷ്ടപ്പാടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ 80കളിൽ എത്തിയ സമയത്ത് കിസ്സിഞ്ചറിൻ്റെ സമയത്ത് ഇവരായിട്ട് ടൈപ്പ് ഉണ്ടാക്കി, അമേരിക്ക ടൈപ്പ് ഉണ്ടാക്കി. ഈ സ്റ്റാലിനിസ്റ്റ് സാധനം ശക്തമാക്കി വെച്ചുകൊണ്ട് തിരിച്ചൊന്നും ചോദിക്കാതെ യാതൊരു തൊഴിലവകാശങ്ങളും നൽകാതെ അമേരിക്കൻ കമ്പനികൾക്ക് സെസ്സുകൾ അനുവദിച്ചു, യൂറോപ്യൻ കമ്പനി. അവിടെ അവർ ചീപ്പ് ലേബർ കൊടുത്തിട്ട് വൻതോത് പ്രൊഡക്ഷൻ നടത്തി പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്നിട്ട് ഈ ടെക്നോളജി ചൈനക്കാർ നോക്കി പഠിച്ചു. അപ്പോൾ പക്ഷെ ഞങ്ങൾ നോക്കണം, ഈ സെസ്സിൽ ഒരു അവകാശമില്ല, ഒരു തൊഴിലാളി അവകാശമില്ല. ഈ രീതിയിൽ ഇന്ത്യയും ചെയ്യും. എതിരാളികൾ വല്ല RSSകാരെയും കോൺഗ്രസ്സുകാരെയൊക്കെ കൊന്നൊടുക്കും, അല്ലെങ്കിൽ ജയിലിലേക്കും. ഇവരെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ഒരു ഘട്ടത്തും അമേരിക്കക്കാരെ വിളിച്ചെടുത്തു. എന്നിട്ട് അവർക്ക് ഇവരെ കൂട്ടത്തിലുള്ള തൊഴിലാളികളെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും, ഭക്ഷണം മാത്രം കൊടുക്കും. എന്നിട്ട് അവിടെ വലിയ ഫാക്ടറികളൊക്കെ വരും. എന്നിട്ട് ഇവരാളുകൾ ഇതൊക്കെ നോക്കി പഠിക്കും.
നോക്കി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ സ്വന്തമായി ഫാക്ടറി തുടങ്ങും. ഈ ഫാക്ടറി ഇന്ത്യയിലുള്ള തൊഴിൽ നിയമങ്ങളെ 10-1 അവിടെ പാലിക്കപ്പെടുന്നില്ല. അങ്ങനെയാണ് അവിടെ ഉണ്ടായത്. പിന്നെ വേറൊരു കാര്യം, ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവർ ഈ ശക്തമായ ഗവൺമെൻറ് നിയന്ത്രണമൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് എതിരായി പോകാൻ വരുമല്ലോ, അവിടെ അതില്ലല്ലോ. അതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളും പറ്റിയിട്ടുണ്ട്, ഇപ്പോൾ കേരളമൊക്കെ പോലെ. അപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റായി ഭരിച്ചെങ്കിൽ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഞാനും പക്ഷെ അതൊന്നും ഉണ്ടാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.